ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നാളെ മാർച്ച് മാസം 7-ാം തീയതി മുതൽ ശനിദോഷങ്ങൾ വിട്ടുമാറുന്ന ഒരു 7 രാശിക്കാരെ പറ്റിയാണ് എടുത്തു പറയുന്നത്. ഇപ്പോൾ ജീവിതത്തിൽ 7.5 ശനി, അഷ്ടമശനി, കണ്ടകശനി, അർദ്ധാഷ്ടമശനി ദോഷങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളെ സംബന്ധിച്ച് ആ രാശികളിൽ ഉൾപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വലിയൊരു ആശ്വാസമാണ് നാളെ മുതൽ. ശനി സൂര്യനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ശനി സൂര്യനോട് ഏറ്റവും കൂടുതൽ അടുക്കുമ്പോൾ ആ സൂര്യൻ്റെ പ്രഭയിൽ ശനിയുടെ ശക്തി ക്ഷയിക്കുന്ന, നഷ്ടപ്പെടുന്ന അനുഭവം ഉണ്ടാകും. അങ്ങനെ നാളെ മാർച്ച് 7 മുതൽ ഇപ്പോൾ ശനിദോഷം അനുഭവിക്കുന്ന രാശിക്കാരെ സംബന്ധിച്ച് മുന്നോട്ട് ആ ശനിദോഷങ്ങളിൽ നിന്ന് വിട്ടുമാറി വളരെ വലിയൊരു മാറ്റം ജീവിതത്തിൽ ഇപ്പോൾ നേരിടുന്ന കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് ഒരു മാറ്റമുണ്ടായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ പറയുന്ന 7 രാശികളിൽപ്പെട്ട വ്യക്തികൾക്ക് അവരവരുടെ ജനന ജാതകപ്രകാരം അത്രമേൽ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഗ്രഹത്തിൻ്റെ ദശ കൂടെ നടക്കുകയാണെങ്കിൽ ഈ പറയുന്ന മാറ്റങ്ങൾ 10 മടങ്ങ് ഇരട്ടിയായിട്ട് ലഭിക്കും. നമ്മളെപ്പോഴും ഒരു രാശിയിൽ ഫലം പറയുന്നത് അതൊരു പൊതുഫലമാണ്. ഒരു രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ജനിച്ചിട്ടുള്ളത്. നമ്മളൊരു രാശിയിൽ ഏറ്റവും അധികം ഗുണഫലങ്ങൾ പറഞ്ഞാലും അതുപോലെ ദോഷഫലങ്ങൾ പറഞ്ഞാലും ആ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരുപോലെയല്ല ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അനുഭവത്തിൽ വരുന്നത്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവത്തിൽ വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് അവരവരുടെ ജനന ജാതകപ്രകാരം നടക്കുന്ന ദശാകാലഘട്ടങ്ങൾക്ക് വ്യത്യാസമുണ്ടായിരിക്കും. ആ ദശാകാലഘട്ടങ്ങളും നമ്മളെ വളരെയധികം സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കുക. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ആഗ്രഹിക്കുന്നവർക്ക് അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. പ്രത്യേകിച്ചും ഈ ഒരു ശനിദോഷങ്ങൾ വിട്ടുമാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ. ഇനി നമുക്ക് ഏതൊക്കെ രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്കാണ് നാളെ മുതൽ ഈ ശനിദോഷങ്ങൾ വിട്ടുമാറുന്നത് എന്ന് നോക്കാം. മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ 7.5 ശനിയുടെ ആദ്യഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് 7.5 ശനിയുടെ ആദ്യഘട്ടത്തിൽ മേടം രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ അനുഭവിക്കുന്നത്. ശനി 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം വ്യയങ്ങൾ, അധിക ചിലവുകൾ, പാഴ്ചിലവുകളാണ് പലരെയും സംബന്ധിച്ച്. അലച്ചിലുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കഷ്ടനഷ്ടങ്ങളുണ്ട്, ആരോഗ്യപരമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം വലയുന്നവരുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുക, നമ്മളൊരു ശുഭകാര്യത്തിനെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം. നല്ല കാര്യങ്ങൾക്ക് പണം ചിലവഴിച്ചാലും അത് നമുക്ക് ഗുണത്തിൽ ലഭിക്കാത്ത ഒരനുഭവം. ഒരുപാട് അലച്ചിലുകൾ, പരിശ്രമങ്ങൾ, പ്രയാസങ്ങളൊക്കെ പലർക്കും അനുഭവത്തിലുണ്ട്. ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മത്തിലൊക്കെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതുപോലെ പണം കയ്യിലേക്ക് വന്നാൽ വരുന്നതിലും കൂടുതൽ ഇരട്ടി ചിലവായി പോകുന്ന ഒരു അനുഭവം. അങ്ങനെ എല്ലാ തരത്തിലും 7.5 ശനിയുടെ ആദ്യ കാലഘട്ടം അലച്ചിലുകൾ, കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക്, നല്ല നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ച് അതൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന അനുഭവം, അവസ്ഥ. ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് മേടം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും കടന്നു പോകുന്നത്. നിങ്ങൾ ഓരോരുത്തരെയും സംബന്ധിച്ച് നാളെ മുതൽ ആ ഒരു ശനിയുടെ ആ ബലം നഷ്ടപ്പെടുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ, ചില നന്മകൾ തീർച്ചയായിട്ടും അനുഭവത്തിൽ വരും. പലരും ഇപ്പോൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊരു മാറ്റമുണ്ടാകും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. അനാവശ്യമായ പാഴ്ചിലവുകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. ശനി പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകനായതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലി, തൊഴിലിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. കഴിഞ്ഞ കുറച്ച് നാളുകളായി ആരംഭിച്ചിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു നല്ല മാറ്റങ്ങൾ, നല്ല നന്മകൾ ഉണ്ടാകും. അനാവശ്യ അലച്ചിലുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ വിട്ടുമാറി നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വിട്ടുമാറുന്ന സമയമാണ്. കൈകളിലേക്ക് വരുന്ന പണം നല്ല നല്ല കാര്യങ്ങൾക്ക്, ശുഭകരമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കും. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റു പലതരത്തിലുള്ള പ്രയാസങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ വിട്ടുമാറും. 7.5 ശനിയിലെ
ആദ്യഘട്ടത്തിൽ ഇത്രയും വിഷമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മേടം രാശിക്കാരെ സംബന്ധിച്ച് ഇത് വളരെ വലിയ ആശ്വാസം നൽകുന്ന ഒരു സമയമാണ്. ആ ഏഴര ശനിയുടെ ദോഷമൊക്കെ വിട്ടുമാറി ജീവിതത്തിൽ നിങ്ങളെ സംബന്ധിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. സമയം വളരെ അനുകൂലമാണ്. കൂടുതൽ വ്യക്തിപരമായിട്ട് അവരവരുടെ ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്വന്തം ജനനജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾക്കെല്ലാവർക്കും നാളെ മാർച്ച് മാസം 7-ാം തീയതി മുതൽ ജീവിതത്തിൽ ആ ബുദ്ധിമുട്ടുകൾ കഷ്ടതകളൊക്കെ വിട്ടുമാറി നല്ല ഗുണഫലങ്ങൾ നന്മകൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് 10ാം ഭാവമായ കർമ്മസ്ഥാനത്ത് കണ്ടകശനിയായി ശനി ദോഷം നൽകുന്ന സമയത്തിൽ കൂടെ കടന്നു വരുന്ന നിങ്ങൾക്ക് നാളെ മാർച്ച് മാസം 7-ാം തീയതി മുതൽ ആ കണ്ടകശനി ദോഷം പൂർണ്ണമായിട്ട് വിട്ടുമാറും. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശനി 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് മൂലം ജോലി സംബന്ധമായ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. നിങ്ങളെ പലർക്കും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയ അനുഭവം, അല്ലെങ്കിൽ പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ അത് നമുക്ക് ലഭിക്കാത്ത ഒരനുഭവം, ജോലിയിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഇതൊക്കെ അനുഭവത്തിൽ പലരെയും സംബന്ധിച്ചുമുണ്ട്. ഒരു ജോലി മാറ്റത്തിനോ ഒരു വിദേശ ജോലിക്കൊക്കെ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഒരു തൊഴിൽ ബിസിനസ്സൊക്കെ സ്വന്തമായി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കോ ഒക്കെ ഒരുപാട് തടസ്സങ്ങളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുണ്ടായിരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നാളെ മുതൽ ആ ശനിയുടെ ബലം ക്ഷയിക്കുന്നത് മൂലം, ശക്തി കുറയുന്നത് മൂലം നിങ്ങൾക്ക് ആദ്യം ആ കർമ്മ സംബന്ധമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. നിങ്ങളുടെ ജോലി സംബന്ധമായ ഉയർച്ച, മുന്നേറ്റങ്ങൾ, നന്മകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതാണ്. പുതിയ ജോലി ലഭിക്കുക, നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്ഥലം മാറ്റമോ ഇടം മാറ്റമോ പദവി മാറ്റമോ ലഭിക്കുക, പുതിയ തൊഴിൽ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കുക, വിദേശ ജോലി ഭാഗ്യം, ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ഈ ഒരു സമയത്ത് സംഭവിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ഗുണഫലങ്ങൾ, ഭാഗ്യങ്ങൾ, നന്മകൾ മിഥുനം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് ശനി നൽകുന്നതാണ്. തീരെ പ്രതീക്ഷിക്കാതെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നിട്ടുള്ളത്. അത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും ജോലി സംബന്ധമായിട്ടോ ദാമ്പത്യപരമായിട്ടോ ആരോഗ്യപരമായിട്ടോ ഒക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച വ്യക്തികളാണ് മിഥുനരാശിയിൽപ്പെട്ട പലരും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നല്ലൊരു മാറ്റം, ഗുണഫലം നാളെ മുതൽ അനുഭവത്തിൽ വരും. ഈ സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ശനിയുടെ ബലം നഷ്ടപ്പെടുന്നത് മൂലം ആ കണ്ടകശനി ദോഷം പൂർണ്ണമായി വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. മിഥുനരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോ വ്യക്തികളും ഓരോ തരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടെയാണ് ഈ കണ്ടകശനി കാലത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് അതിനൊക്കെ മാറ്റങ്ങളുണ്ടായി ജീവിതത്തിലൊരു മുന്നേറ്റം, ഒരു ഉയർച്ച ലഭിക്കുന്ന സമയമാണ്. ആഗ്രഹമുള്ള വ്യക്തികൾക്ക് അവരവരുടെ സ്വന്തം ജനനജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെ വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അവരവരുടെ ജീവിതത്തെപ്പറ്റി അറിയുവാൻ സാധിക്കും. ശനിയുടെ ഈ ഒരു അവസ്ഥ മൂലം മിഥുനരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും നാളെ മുതൽ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അഷ്ടമശനി ദോഷത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. നിങ്ങളെ സംബന്ധിച്ച് അഷ്ടമശനി ദോഷം പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങളെ ഓരോരുത്തരെയും സംബന്ധിച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് അഷ്ടമശനിയുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, കഷ്ടതകളൊക്കെയാണ് ചിങ്ങം രാശിയിൽപ്പെട്ട പല വ്യക്തികളും കഴിഞ്ഞ കുറച്ച് നാളുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പലർക്കും അപ്രതീക്ഷിതമായിട്ടുണ്ടായ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, ആശുപത്രിവാസങ്ങൾ, ചിലർക്ക് ശരീരത്തിൽ കത്തിവെക്കേണ്ടതായ സർജറി പോലെയുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. വണ്ടി വാഹനങ്ങളിൽ നിന്നുള്ള അപകടം, അരയ്ക്ക് താഴോട്ട് കാൽമുട്ട്, കാൽപാദങ്ങളിലുള്ള ഒടിവ്, ചതവുകളൊക്കെ അനുഭവത്തിൽ വന്നവർ, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ചിലർക്ക് ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു അഷ്ടമശനി കാലഘട്ടത്തിൽ
ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളത്. ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ എത്ര നന്മ ചെയ്താലും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ഒരു വാക്ക് പോലും ലഭിക്കാത്ത അനുഭവം. ജോലി ചെയ്യുന്ന ഇടങ്ങളിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലും അനാവശ്യ ശത്രുതകൾ, എതിർപ്പുകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവിച്ച വ്യക്തികളാണ്. ചിലരെ സംബന്ധിച്ച് തീരെ പ്രതീക്ഷിക്കാതെ ചില കേസ് വഴക്കുകളിലൊക്കെ ഉൾപ്പെട്ട അനുഭവം. അതുപോലെ ജീവിത പങ്കാളിയിൽ നിന്നുണ്ടാകുന്ന ആ ഒരു വേദനിപ്പിക്കുന്ന പല ബുദ്ധിമുട്ടുകളുമൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ പലരും അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ചിങ്ങം രാശിക്കാർക്ക് ഈ അഷ്ടമശനിയുടെ ദോഷം അത് പൂർണ്ണമായിട്ട് വിട്ടുമാറി ഇപ്പോൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് അതിൽ നിന്നൊക്കെ ഒരു പൂർണ്ണ മോചനം, മാറ്റമാണ്. ആരോഗ്യമൊക്കെ വീണ്ടും കിട്ടുന്ന സമയം. നടത്തിവരുന്ന ചികിത്സകൾ ഫലത്തിലുണ്ടാവുക. സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാവുക. രോഗദുരിതങ്ങൾ വിട്ടൊഴിയുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുഖം, സമാധാനം, സന്തോഷം, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക. അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല മാറ്റമാണ് ഈ ഒരു അഷ്ടമശനി ദോഷം വിട്ടുമാറുന്നതോടുകൂടി. തീരെ പ്രതീക്ഷിക്കാത്ത പല നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ, ഗുണഫലങ്ങൾ മുന്നോട്ടുള്ള സമയം ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരും. കുടുംബ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെ ആണെങ്കിലുമുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി നല്ലൊരു സമാധാനം, സുഖം ലഭിക്കുന്നതാണ്. അതുപോലെ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സം, കാലതാമസം വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള വിവാഹം, മംഗല്യ ഭാഗ്യം വന്നു ചേരും. എല്ലാവിധത്തിലും ഈ ഒരു ശനിയുടെ ബലക്ഷയം നിങ്ങൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് ഏറ്റവും ഉത്തമമാണ്. പലതരത്തിലുള്ള പ്രയാസങ്ങളും ഈ ഒരു സമയത്ത് വിട്ടുമാറി നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആയുരാരോഗ്യ സൗഖ്യം ഫലമായിട്ട് ഈ ഒരു സമയത്ത് ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. ജീവിത പങ്കാളിയിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, നേട്ടങ്ങളൊക്കെ ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും. വേർപിരിഞ്ഞു കഴിഞ്ഞിരുന്ന പല വ്യക്തികൾക്കും ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അത്രമേൽ വലിയ മാറ്റങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് ഈ സമയത്ത് അനുഭവത്തിൽ വരും. കൂടുതൽ കാര്യങ്ങൾ അവരവരുടെ ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. നാളെ മുതൽ ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഗുണാനുഭവങ്ങൾ, മാറ്റങ്ങൾ ഈശ്വരൻ നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി പലരും ശക്തമായ കണ്ടകശനി ദോഷം അനുഭവിച്ചു വരികയാണ്. സ്വന്തം ജനന ജാതകപ്രകാരം ഒരു നല്ല ദശാകാലഘട്ടം നടക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഈ കണ്ടകശനി ദോഷത്തിൽ നിന്ന് ഒരു മുക്തി ലഭിച്ചിട്ടുള്ളത്. പൊതുവെ 7ാം ഭാവമായ കളത്രഭാവത്തിൽ കേന്ദ്രസ്ഥാനത്ത് ശനി കണ്ടകനായി സഞ്ചരിക്കുന്ന കാലഘട്ടം പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഒക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. 7ാം ഭാവമായ കളത്രഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം കൂടി ആയതുകൊണ്ട് വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പലതരത്തിലുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവസാന നിമിഷം ഉറപ്പിച്ച വിവാഹം പോലും മാറിപ്പോയ അനുഭവം പലർക്കുമുണ്ട്. അതുപോലെ വിവാഹം കഴിഞ്ഞ വ്യക്തികൾക്ക് ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഒരു വേർപിരിവിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ രണ്ടുപേരും രണ്ടിടത്തായിട്ട് കഴിയേണ്ട ഒരു അനുഭവം, അങ്ങനെ പലതരത്തിൽ ദാമ്പത്യ കുടുംബജീവിതത്തിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ധാരാളമാണ്. ഈ ഒരു കണ്ടകശനി കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു ബുദ്ധിമുട്ട്, പ്രയാസമാണ് പലരെയും സംബന്ധിച്ചിട്ട് ഉള്ളത്. ചിലരെ സംബന്ധിച്ച് പെട്ടെന്നൊരു ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോയൊരു അനുഭവമോ, അതുപോലെ പുതിയൊരു ജോലിക്ക് പരിശ്രമിച്ചാൽ ലഭിക്കാനായിട്ട് ഒരുപാട് കാലതാമസം, അങ്ങനെ പലതരത്തിൽ ചെയ്യുന്ന ഒരു തൊഴിൽ മുഖാന്തരം ഒരു വരുമാനം ഒക്കെ കുറഞ്ഞതോ നഷ്ടപ്പെട്ടതോ ആയ അനുഭവം പലർക്കും ഉണ്ടാകും. അതുപോലെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു കണ്ടകശനി കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കും. കൂടുതലും 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും പലരെയും സംബന്ധിച്ച് അനുഭവത്തിൽ വരിക. ഈ ഒരു സമയത്ത് കന്നിരാശിയിൽപ്പെട്ട പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്. ഒരു ഉപരിപഠനത്തിനോ ഒരു വിദേശ പഠനത്തിനോ ഒക്കെ ശ്രമിക്കുന്ന കന്നിരാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഒരു തടസ്സമോ കാലതാമസമോ പ്രയാസമോ അനുഭവത്തിൽ വരാം. ഒരു പുതിയൊരു ജോലിക്ക് ശ്രമിച്ചാൽ അത് പലതരത്തിലുള്ള തടസ്സങ്ങൾ കൊണ്ട് നീണ്ടുപോകുന്നു. വിദേശ ജോലിക്കൊക്കെ ശ്രമിച്ചാലും പലതരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ അതിലും കാണുവാൻ സാധിക്കും. കന്നിരാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള ഒരു സമയം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒരു മാറ്റം ലഭിക്കുമെന്നുള്ളതാണ്. പൊതുവേ ശനി കണ്ടകനായിട്ട് സഞ്ചരിക്കുന്ന സമയം അത് ഏത് ഭാവത്തിലാണെങ്കിലും
നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഒരു തടസ്സം, ഒരു ബുദ്ധിമുട്ട് അനുഭവത്തിൽ വരും. ചിലർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളായിട്ടായിരിക്കും ശനി ആ ദോഷം നൽകുക. ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ചിലർക്ക് അവരവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉണ്ടാകുന്ന ഒരു താഴ്ചകൾ, നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജോലിയിൽ ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ചിലർക്ക് ദാമ്പത്യത്തിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പലതരത്തിലാണ് ജീവിതത്തിൽ ഓരോ വ്യക്തികൾക്കും ഈ ഒരു കണ്ടകശനി കാലഘട്ടത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവത്തിൽ വരുന്നത്. ചിലർക്ക് വണ്ടി വാഹനങ്ങളിൽ നിന്നുണ്ടാകുന്ന ചെറിയ അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെയാകാം. കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച പലരും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പലതരത്തിലുള്ള പ്രയാസങ്ങളാണ് ഈ കണ്ടകശനി ദോഷം മൂലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് അതിനൊക്കെ ഒരു നല്ല മാറ്റം ഉണ്ടാകുവാൻ പോവുകയാണ്. ഇനി മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള നന്മകൾ, നേട്ടങ്ങൾ ഒക്കെ വന്നു ചേരും. ആ ശനിയുടെ ബലം നഷ്ടപ്പെടുന്നതോടുകൂടി ഇപ്പോൾ എന്തൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും അതിനൊക്കെ ഒരു നല്ല മാറ്റമുണ്ടായി ജീവിതത്തിലൊരു ഉയർച്ച, ഒരു നന്മകൾ ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന സമയമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ഒരു മാറ്റം അനുഭവത്തിൽ വരും. പ്രത്യേകിച്ച് കന്നിരാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങളുടെ ആ കുടുംബ ജീവിതത്തിൽ ഒക്കെ നല്ല മാറ്റങ്ങളും ഒരു സമാധാനം, സുഖം, സന്തോഷമൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരുന്നതായിരിക്കും. മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ ഈ ഒരു ശനിയുടെ ഒരു സ്ഥിതി നിങ്ങൾക്ക് നൽകുന്നതുമാണ്. കൂടുതൽ കാര്യങ്ങൾ അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾക്കെല്ലാവർക്കും നാളെ മാർച്ച് മാസം 7-ാം തീയതി മുതൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ ഈശ്വരൻ നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശനി 4-ാം ഭാവത്തിൽ അർദ്ധാഷ്ടമ ശനിയായിട്ട് സഞ്ചരിക്കുന്ന സമയമാണ്. പലരും 4-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം കണ്ടകശനി കാലഘട്ടമാണെന്ന് പറയും. കണ്ടകശനിയല്ല, അഷ്ടമത്തിൻ്റെ പകുതി, അതായത് അർദ്ധാഷ്ടമ ശനിയുടെ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു സുഖാനുഭവങ്ങൾ തീരെ ഇല്ലാത്ത അവസ്ഥയാണ് പലരെയും സംബന്ധിച്ച്. മാനസികമായിട്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രാശിക്കാർ, മനസ്സിനെ അലട്ടുന്നത്, മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്, മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്നതായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്ന് പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഒരു ആത്മവിശ്വാസക്കുറവ്, ശുഭാപ്തി വിശ്വാസക്കുറവ് ഒക്കെ അനുഭവിക്കുന്നവരുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നാളെ മുതൽ മുന്നോട്ട് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ മനസ്സ് ഒന്ന് തെളിയുന്ന സമയമാണ്. മനസ്സിനൊരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം നൽകുന്ന നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും. ജീവിത വിജയത്തിന് അടിത്തറ നൽകുന്ന തരത്തിൽ പല നല്ല ഗുണാനുഭവങ്ങളും ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്കൊരു ഉയർച്ച ലഭിക്കും. പണം സംബന്ധിച്ച ആ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് ഈശ്വരൻ നിങ്ങൾക്കൊരു വഴി തെളിച്ചു നൽകും. കുടുംബത്തിൽ മംഗളകരമായ പല നല്ല കാര്യങ്ങളുമൊക്കെ നടക്കുന്ന സമയം. കുടുംബത്തിലൊരു സമാധാനം, സന്തോഷം ലഭിക്കും. നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു മതിപ്പ് ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്കൊരു മാറ്റമുണ്ടാവുകയും ആ സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും ചെയ്യും. പ്രത്യേകിച്ച് ശാരീരികവും മാനസികവുമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് അതിൽ നിന്നൊരു നല്ല മാറ്റം ഉണ്ടാകുന്നത് മൂലം ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു സുഖം, സമാധാനം വന്നു ചേരും. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളെ സംബന്ധിച്ച് ആശങ്കയുള്ള വ്യക്തികൾക്ക് മാതാവിൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ വീണ്ടും കിട്ടുകയും ആരോഗ്യം പൂർണ്ണമായിട്ട് ലഭിക്കുകയും ചെയ്യുന്നൊരു സമയമാണ്. മാതാവ്, മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്ന് ഒരു അനുഗ്രഹം, നല്ല നല്ല ഗുണാനുഭവങ്ങളൊക്കെ വന്നു ചേരും. ഗൃഹം സംബന്ധിച്ച് ഉള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, ഒരു ഗൃഹനിർമ്മാണത്തിന് ഇറങ്ങിത്തിരിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പൂർത്തീകരിക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നവരാണെങ്കിൽ അതൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനായിട്ട് ധനുരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കത് സാധിക്കുന്നതാണ്. പൊതുവെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു നല്ല മാറ്റമുണ്ടാകും. പ്രത്യേകിച്ച് മൂലം നക്ഷത്രത്തിലൊക്കെ ജനിച്ചവരെ സംബന്ധിച്ച് വിവാഹ കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്ന കാലതാമസം, തടസ്സം, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം ലഭിക്കും. പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന ധനുരാശിക്കാർക്കും സമയം വളരെ വളരെ അനുകൂലമാണ്. ഈ ഒരു ശനിയുടെ സ്ഥിതി, അർദ്ധാഷ്ടമ ശനി ദോഷം വിട്ടുമാറുന്നതോടുകൂടി ധനുരാശിയിൽപ്പെട്ട
സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു നല്ല മാറ്റം, ഗുണഫലങ്ങൾ ലഭിക്കും. ശനി കർമ്മത്തെ കുറിക്കുന്ന ഗ്രഹമായതുകൊണ്ട് ജോലി സംബന്ധിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ഒരു സമയത്ത് വിട്ടുമാറും. ആരോഗ്യം നല്ല രീതിയിൽ ലഭിക്കുന്ന ഒരു സമയവുമാണ്. പരമാവധി ഈ ഒരു സമയത്തെ നിങ്ങൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്തുക. അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം ജനനജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നാളെ മുതൽ ശനിയുടെ ബലം നഷ്ടപ്പെടുന്നത് മൂലം ധനുരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ഈശ്വരൻ നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് സമയം വളരെ അനുകൂലമാണ്. ഏഴര ശനിയുടെ അവസാന കാലഘട്ടമായ പാദശനിയിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശനിയുടെ ഈ ഒരു ബലക്കുറവ്, ബലക്ഷയം, ആ പാദശനിയുടെ ദോഷങ്ങൾ പൂർണ്ണമായി വിട്ടുമാറുന്ന തരത്തിലാണ്. ശനി പാദത്തിലെത്തി നിൽക്കുന്ന സമയം കുംഭം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. അവരനുഭവിച്ച കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊന്നും ഒരു വീഡിയോയിൽ പറഞ്ഞാൽ തീരുന്ന ഒന്നല്ല. നിങ്ങളെ സംബന്ധിച്ച് മുന്നോട്ടുള്ള സമയം കുംഭം രാശിക്കാർക്ക് ഏറ്റവും നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങളാണ് ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ആ മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരും. പ്രത്യേകിച്ച് അലച്ചിലുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഒക്കെ വിട്ടുമാറി ജീവിതത്തിലൊരു സ്വസ്ഥത, സുഖം, സമാധാനം ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറും. ശനി പ്രപഞ്ചത്തിൻ്റെ ആയുൾകാരകനും കർമ്മകാരകനുമായ ഗ്രഹമായതുകൊണ്ട് പ്രത്യേകിച്ച് കുംഭം രാശിക്കാരുടെ രാശ്യാധിപനുമാണ്. ഈ ഒരു സമയം കുംഭം രാശിക്കാർക്ക് ജോലിയിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വിട്ടുമാറി ആ ജോലി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായ ധനവരവ്, ധനാഗമം ഉണ്ടാകും. സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആരോഗ്യപരമായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി ആരോഗ്യം വീണ്ടും കിട്ടും. അനാവശ്യ പാഴ്ചിലവുകൾ, അലച്ചിലുകൾ, ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വിട്ടുമാറി നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കും. മുന്നോട്ടുള്ള സമയം കുംഭം രാശിയിൽപ്പെട്ട പലർക്കും ഒരു വണ്ടി വാഹന യോഗത്തിനുള്ള സമയവും ഒരു ഭൂമി വാങ്ങുവാനോ ഒരു ഗൃഹനിർമ്മാണം തുടങ്ങി വയ്ക്കുവാനോ സാധിക്കും. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയമാണ്. സ്വന്തം കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക്, അത് ഭാര്യയാണെങ്കിലും കുട്ടികളാണെങ്കിലും അവരുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളാൽ പല നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. കുംഭം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് നന്മകൾ, നേട്ടങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വിട്ടുമാറുന്ന സമയമാണ്. കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ച് പലർക്കും കാലാകാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു നല്ല ജോലി, ആ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനമൊക്കെ ലഭിക്കും. സന്താനങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല നന്മകളും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചെയ്യുവാൻ സാധിക്കുക. കുട്ടികളാൽ നിങ്ങളുടെ ജീവിതത്തിൽ പല നന്മകൾ, നേട്ടങ്ങൾ വന്നു ചേരുക, അങ്ങനെയുള്ള നല്ല ഗുണാനുഭവങ്ങളൊക്കെ ലഭിക്കും. പലരെയും സംബന്ധിച്ച് കാലാകാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പുണ്യക്ഷേത്രങ്ങളോ പുണ്യ തീർത്ഥാടന സ്ഥലങ്ങളോ ഒക്കെ സന്ദർശിക്കുവാനുള്ള ഭാഗ്യവും ഈ ഒരു സമയത്ത് ലഭിക്കും. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയം നൽകുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മാറ്റമുണ്ടാകും. ഒരു പുതിയ ജോലിക്കൊക്കെ പരിശ്രമിക്കുന്നവരാണെങ്കിൽ ധൈര്യമായി മുന്നോട്ട് പോകാം. ആഗ്രഹിക്കുന്ന ജോലിയൊക്കെ ലഭിക്കും. വിദേശ ജോലി, വിദേശ പഠനം അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. കൂടുതൽ കാര്യങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തെപ്പറ്റി വ്യക്തമായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ സമയം അവരവരുടെ ജനനജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും നാളെ മുതൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏഴര ശനിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായ ജന്മശനി കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മീനം രാശിക്കാരെ സംബന്ധിച്ച് പലരും അവരവർക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ ഭാരം ചുമന്ന് മുന്നോട്ട് പോകുന്നവരാണ് എന്നൊറ്റ വാക്കിൽ പറയാം. പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് മീനം രാശിക്കാരെ സംബന്ധിച്ച്. പലർക്കും
ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. ഈ ഒരു ഏഴര ശനിയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത വ്യക്തികളുണ്ടെങ്കിൽ അതിനർത്ഥം സ്വന്തം ജനന ജാതകപ്രകാരം ഒരു നല്ല ദശാകാലം നടക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ്. അതല്ലാത്ത എല്ലാ മീനം രാശിക്കാരെ സംബന്ധിച്ചും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ചെയ്യുന്ന ജോലി തൊഴിൽ സംബന്ധിച്ച് ബുദ്ധിമുട്ട്, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ അനാവശ്യ വഴക്കുകൾ, പ്രശ്നങ്ങൾ, വേർപിരിവുകൾ, ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഒരു സമാധാനമില്ലാത്ത ഒരവസ്ഥ, നല്ല രീതിയിൽ ജീവിച്ച പല വ്യക്തികളും അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, കടബാധ്യതകൾ, ചില വ്യക്തികളെ സംബന്ധിച്ച് ഗൃഹനിർമ്മാണത്തിനൊക്കെ ഇറങ്ങി തിരിച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന അനുഭവം. എല്ലാ തരത്തിലും ഒരു മനുഷ്യനെ സംബന്ധിച്ച് രണ്ട് കാലും കൂട്ടിക്കെട്ടിയാൽ എങ്ങനെയാണോ മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ, ആ അവസ്ഥയിൽ കൂടെ വരെ കടന്നു പോകുന്ന മീനം രാശിയിൽപ്പെട്ട പല വ്യക്തികളുമുണ്ട്. ഓരോ മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചും ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ എല്ലാവരും പലതരത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഏഴര ശനിയിലെ ജന്മശനി കാലഘട്ടം എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടാണ്. മീനം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു ഉപരിപഠനത്തിനോ വിദേശ പഠനത്തിനോ ഉയർ വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിച്ചവർക്ക് പോലും പലതരത്തിലുള്ള തടസ്സങ്ങളാണ്. സമയത്തിന് പണം ലഭിക്കുന്നില്ല, മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയുന്നില്ല, വിവാഹ കാര്യങ്ങളിലാണെങ്കിലും ഇങ്ങനെ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രാശിക്കാരാണ് മീനം രാശിക്കാർ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മാറ്റമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് ഈശ്വരൻ നിങ്ങൾക്കൊരു വഴി തുറന്നു നൽകുകയാണ്. നല്ല അവസരങ്ങൾ തെളിയും. അതിനെയൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുക. നാളെ മാർച്ച് മാസം 7-ാം തീയതി മുതൽ ആ ശനിക്ക് ബലം നഷ്ടപ്പെടുന്നതോടുകൂടി ആ ശനിയുടേതായിട്ടുള്ള ഈ ഒരു ജന്മശനി കാലഘട്ടത്തിൻ്റെ ദോഷങ്ങൾ വിട്ടുമാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ആ ഒരു ഈശ്വരാനുഗ്രഹം കാണുവാൻ സാധിക്കും. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ലഭിക്കും. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ വിജയമുണ്ടാകും. ജോലി സംബന്ധിച്ച കാര്യങ്ങൾ, ആരോഗ്യപരമായ മുന്നേറ്റങ്ങൾ, ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ, ദാമ്പത്യ കുടുംബജീവിതത്തിലെ മാറ്റങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ആ ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കും. ഈ ഒരു സമയത്തെ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ ഒരു കാലഘട്ടങ്ങളിൽ വിട്ടുമാറും. കാരണം ഏഴര ശനിയിലെ ജന്മശനി കാലഘട്ടം ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ കാലഘട്ടമാണ്. ഏറെ വിശ്വസിച്ചിരുന്ന വ്യക്തികൾ, ആ വ്യക്തികളുടെ ഭാഗത്തു നിന്ന് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവുക, ചതി വഞ്ചനകളൊക്കെ ലഭിക്കുക, കൊടുത്ത പണം തിരികെ ലഭിക്കാതിരിക്കുക, സഹായിച്ചവർ തന്നെ ശത്രുക്കളായിട്ട് മാറുക, ഇങ്ങനെ പലതരത്തിലാണ് പലർക്കും അനുഭവം. ഇതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ഒരു നല്ല മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ഈ ഒരു സമയത്ത് സ്വന്തം ജീവിതത്തെപ്പറ്റി വ്യക്തിപരമായി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. നാളെ മുതൽ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നല്ല മാറ്റങ്ങൾ, നേട്ടങ്ങൾ അനുഭവത്തിൽ വരും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും നാളെ മുതൽ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.